എമ്പുരാൻ മൂവി ഇറങ്ങിയതിന് ശേഷം കേരളത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എമ്പുരാനെയും പൃഥ്വിരാജിനെയും അനുകൂലിച്ച് സംസാരിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എമ്പുരാനെയും പൃഥ്വിരാജിനെയും ചീത്ത വിളിക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഒരേ പണിയാണ്. ആ പണി എന്ന് പറയുന്നത് എമ്പുരാൻ്റെ മാർക്കറ്റിംഗ് വർക്കാണ്. രണ്ട് കൂട്ടരും നിങ്ങൾ അറിയാതെ തന്നെ പൃഥ്വിരാജ് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൃഥ്വിരാജിൻ്റെ ബുദ്ധിപരമായ എമ്പുരാൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ പറ്റിയാണ്. പൃഥ്വിരാജ് ആദ്യമായിട്ടല്ല വിവാദങ്ങൾ ഉണ്ടാക്കി അത് ചർച്ചയാക്കി സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ജനഗണമന എന്ന മൂവിയുടെ സമയത്തും ഇതുപോലെ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കി അത് എല്ലായിടത്തും ചർച്ചയാക്കി സിനിമയെ വിജയിപ്പിച്ചതാണ്. അതുപോലെ കടുവ എന്ന മൂവി ഇറങ്ങിയ സമയത്തും ഇതുപോലെ പല വിവാദങ്ങളും ഉണ്ടായി. അതും സിനിമയുടെ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചു. അതുപോലെ തന്നെ സിനിമയുടെ വിജയത്തിനും അത് ഗുണം ചെയ്തു. അപ്പോൾ ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കി സിനിമയെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് അമീർ ഖാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ബോളിവുഡിൽ പ്രയോഗിച്ച് വിജയിച്ച ഒരു മാർക്കറ്റിംഗ് ഫോർമുലയാണ്. അതാണ് പൃഥ്വിരാജ് മലയാളത്തിൽ വളരെ ഭംഗിയായി നടപ്പിലാക്കുന്നത്. അപ്പോൾ എമ്പുരാൻ്റെ ചർച്ചകൾ എല്ലായിടത്തും നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് അനുകൂലിച്ച് സംസാരിക്കണമെങ്കിലും എതിർത്ത് സംസാരിക്കണമെങ്കിലും ഒറ്റ വഴിയേ ഉള്ളൂ: എമ്പുരാൻ സിനിമ കാണുക. അത് മുഖ്യമന്ത്രി ആയാലും ശരി, പ്രതിപക്ഷ നേതാവായാലും ശരി, വേറെ വഴിയൊന്നുമില്ല. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ഒരുമിച്ച് ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലൂസിഫറിലും എമ്പുരാനിലൊക്കെ പരാമർശിക്കുന്ന ഇലുമിനാറ്റി കോൺസെപ്റ്റ് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന, അതായത് തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തി, ആ ഒരു രീതിയിലാണ് പൃഥ്വിരാജിൻ്റെ പ്രവർത്തനവും. ഒരു വിവാദം ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതും അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നതും. പ്രത്യേകിച്ച് രണ്ട് ആശയങ്ങളും രണ്ട് അഭിപ്രായങ്ങളും ഉള്ള ആൾക്കാർ ഒരു കാര്യത്തെപ്പറ്റി തമ്മിലടിക്കുമ്പോഴും അടികൂടുമ്പോഴുമാണ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. പൊതുവെ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയത്ത്. അപ്പോൾ ഇത് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കുന്നത് CPIM ആണ്. അതുപോലെ തന്നെ നാഷണൽ ലെവലെടുത്താൽ ഇത് ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കുന്നത് BJP ആണ്. അപ്പോൾ പൃഥ്വിരാജ് ഈ സെയിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എമ്പുരാൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പൃഥ്വിരാജ് ഇതിന് യൂസ് ചെയ്തതും ഈ രണ്ട് പാർട്ടിയും തന്നെയാണ്. അപ്പോൾ പൃഥ്വിരാജ് എമ്പുരാൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി CPIMനെയും BJPയും യൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിയും കേഡർ പാർട്ടിയാണ്. അതായത് ഈ രണ്ട് പാർട്ടിക്കും അണികൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തകരൊക്കെ വളരെ ആക്റ്റീവാണ്. അതേസമയം നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തകരൊന്നും അത്ര ആക്റ്റീവ് അല്ല. അവർ ഇലക്ഷൻ്റെ സമയത്ത് മാത്രമാണ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അല്ലാത്ത സമയത്തൊന്നും അവർ വലിയ കാര്യമായിട്ട് ആക്റ്റീവ് അല്ല. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് CPIMും BJPയും എടുത്താൽ. എന്ത് കാര്യമുണ്ടായാലും ഉടനെ തന്നെ പ്രതികരിക്കും, അതും വളരെ ഇമോഷണലായിട്ട് പ്രതികരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഈ രണ്ട് പാർട്ടിയും മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് BJPനെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തത്. അതേസമയം നമ്മൾ ലൂസിഫർ നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫറിൽ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ അതിനോട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരൊന്നും കാര്യമായിട്ട് പ്രതികരിച്ചില്ല. അപ്പം അതിനൊരു വളരെ തണുത്ത റെസ്പോൺസ് കിട്ടിയതുകൊണ്ടായിരിക്കാം എമ്പുരാനിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ വളരെ കുറച്ച് ടാർഗറ്റ് ചെയ്ത് കൂടുതലായിട്ട് CPIMനെയും പ്രത്യേകിച്ച് BJPനെയും വളരെ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ ഈ സിനിമയിൽ പറയുന്ന വിവാദമായ സീനുകളൊന്നും പൃഥ്വിരാജിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് സിനിമയിൽ ഷൂട്ട് ചെയ്താവാൻ സാധ്യത വളരെ കുറവാണ്. അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ഈ വിവാദം ഉണ്ടാക്കാനുമായിട്ട് മാത്രം വേണ്ടി ഷൂട്ട് ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് പ്ലേസ് ചെയ്താവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. എമ്പുരാൻ എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു സിനിമ കൂടിയാണ് എമ്പുരാൻ. അപ്പം അത് ഏത് വിധേനയും ആ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് പൃഥ്വിരാജിൻ്റെ വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ അത് പൃഥ്വിരാജിൻ്റെ ഇമേജിനെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുന്നോട്ടുള്ള വലിയ പ്രോജക്റ്റുകൾക്കും അത് തടസ്സമാകും. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് സിനിമയെ ഏത് രീതിയിലും വിജയിപ്പിക്കുക എന്നുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന വിവാദങ്ങൾ എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ എമ്പുരാനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഏത് ടൈമിലാണ് തുടങ്ങിയത് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ്റെ ആദ്യ ഷോ നടന്നത് കാലത്ത് 6 മണിക്കാണ്. അത് മോഹൻലാൽ ഫാൻസിൻ്റെ ഷോ ആയിരുന്നു. അതിനുശേഷം 9 മണിക്കാണ് നോർമലായിട്ടുള്ള ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യ ഈ ഷോ കണ്ടവരൊന്നും ഇതിനെപ്പറ്റി എങ്ങും പരാമർശിച്ചില്ല. അല്ലെങ്കിൽ ഈ 2 ഷോ കണ്ടവർക്കൊന്നും ആ സീനുകളൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അവർ അതിനെപ്പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് പറഞ്ഞില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഈ സിനിമയെ റിവ്യൂ ചെയ്ത ആൾക്കാരൊന്നും, ആദ്യത്തെ ഷോ കണ്ട് റിവ്യൂ ചെയ്ത ആൾക്കാരും ഈ ഒരു സീനിനെ പറ്റിയും അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ടൊന്നും ആർക്കും തോന്നിയില്ല. അതിനുശേഷം ഏകദേശം
ഏകദേശം ഉച്ച കഴിഞ്ഞോട് കൂടിയാണ് ഇത് ഈ ഒരു രീതിയിൽ വിവാദ സീനുകളെ പറ്റി സംസാരിച്ച് പൊളിറ്റിക്കലായിട്ട് സംസാരിച്ച് ഇതിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വളരെ പ്രീ പ്ലാൻഡ് ആണെന്ന്. അപ്പോൾ ഈ വിവാദം എല്ലാം സ്റ്റാർട്ട് ചെയ്തതും എമ്പുരാൻ മൂവിയിൽ പ്രവർത്തിച്ച ആൾക്കാരുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ളൊരു വിവാദം തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്നാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും വേറെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊക്കെ അതിനെപ്പറ്റി ഏറ്റുപിടിച്ച് രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞുള്ള വിവാദങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. പൃഥ്വിരാജ് 3 ഘട്ടങ്ങളായിട്ടാണ് എമ്പുരാൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നടപ്പാക്കിയത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം തൊട്ട് ടീസർ വരെയുള്ള ആ ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ടീസറും ട്രെയിലറും ഒക്കെ ഇറക്കി സിനിമ റിലീസായതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ടൈം തൊട്ട്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സിനിമ റിലീസായ ആ ദിവസം തൊട്ട് നമ്മൾ ഇന്ന് വരെ കാണുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഈ കാണുന്ന വിവാദങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. എമ്പുരാൻ്റെ ഒന്നാം ഘട്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തുടങ്ങുന്നത് ലൂസിഫർ മൂവിയുടെ ആ ഒരു ടൈമിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ടേലൻറ്റിലാണ് എബ്രഹാം ഖുറേഷി എന്ന മോഹൻലാലിൻ്റെ വേറൊരു സൈഡ് കാണിക്കുന്നത്. അപ്പോൾ അത് എമ്പുരാൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്താണ്. അതിനു വേണ്ടി നമുക്കൊരു പ്രൊമോ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വീഡിയോയോട് കൂടിയാണ് എമ്പുരാനിലേക്കുള്ള പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സിനിമയിൽ ഇലുമിനാറ്റിയുടെ ഒരുപാട് റെഫറൻസുകളുണ്ട്. ആ റെഫറൻസുകളൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത് അതിനെപ്പറ്റി ഡിസ്കഷൻ വരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ 2019 ഇറങ്ങിയതിന് ശേഷവും 2025 വരെയും ഇലുമിനാറ്റിയുടെ റെഫറൻസിനെ പറ്റിയുള്ള പല ഡിസ്കഷനുകളും അതുപോലെ തന്നെ ഖുറേഷി എബ്രഹാമിനെ പറ്റിയുള്ള പല ഡിസ്കഷനുകളും എപ്പോഴും സജീവമായിരുന്നു. അതുപോലെ തന്നെ സിനിമ ഇറങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വില്ലൻ ആരാണ് എന്ന രീതിയിലുള്ള പല ഡിസ്കഷനും വന്നു. മമ്മൂക്ക ഉൾപ്പെടെയുള്ള പല ക്യാമിയോ റോളുകളും ഉണ്ടാവും. ഫഹദ് ഫാസിൽ ക്യാമിയോ ആയിട്ട് വരും. പല റൂമേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂമേഴ്സൊക്കെ PR ടീം തന്നെ ചെയ്യുന്നതാണ്. എമ്പുരാൻ്റെ PR ടീം തന്നെ ചെയ്യുന്നതാണ്. ഇവരായിരിക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് അത് ജനങ്ങളും സിനിമാ സ്നേഹികളൊക്കെ അതിനെ ഏറ്റുപിടിക്കുന്നതാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എമ്പുരാൻ്റെ PR വർക്കിനെ പറ്റി പറയാം. ഈ ലൂസിഫറിലൊക്കെ എബ്രഹാം ഖുറേഷി എന്ന് മെൻഷൻ ചെയ്യുന്ന ടൈമിലൊക്കെ എബ്രഹാം എന്നിട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് ഖുറേഷി എന്നിട്ടായിരുന്നത്. അപ്പോൾ പല ഡിസ്കഷനും വന്നുകൊണ്ടിരുന്നത് അത് 2 ആൾക്കാരാണ്. എബ്രഹാം എന്നത് വേറെ ആളും ഖുറേഷി എന്നത് വേറെ ആളും എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പല ഡിസ്കഷനുകളും ഓൺലൈൻ ഫോറംസിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പലപ്പോഴും പറയുന്നത് ഖുറേഷി ആയിട്ട് വരാൻ സാധ്യത മമ്മൂക്കയാണെന്നാണ്. ലാലേട്ടൻ എബ്രഹാമായിട്ടും ഖുറേഷി മമ്മൂക്കയായിട്ടും ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഡിസ്കഷനൊക്കെ പല ഓൺലൈൻ ഫോറത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതൊക്കെ എമ്പുരാൻ്റെ PR ടീം തന്നെ തുടങ്ങി വയ്ക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ കാണുമ്പോൾ സിനിമാ പ്രേമികളും അതുപോലെ ലാലേട്ടനും മമ്മൂക്ക ഫാൻസൊക്കെ അത് ഏറ്റുപിടിച്ച് അതിനെപ്പറ്റി ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പൃഥ്വിരാജിൻ്റെ വിജയം എവിടെയാണെന്ന് വെച്ചാൽ 2019 ലൂസിഫർ ഇറങ്ങിയ സമയം തൊട്ട് 2005 വരെ എമ്പുരാനെ പറ്റിയുള്ള ഡിസ്കഷൻ എപ്പോഴും വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ എമ്പുരാൻ്റെ 2ാം ഘട്ട മാർക്കറ്റിംഗ് തുടങ്ങുന്നത് സിനിമ ഇറങ്ങുന്നതിന് ഏകദേശം ഒരു 3 മാസം മുമ്പാണ്. ആ ഡ്രാഗൻ്റെ പടമുള്ള ഒരാളെ തിരിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇറക്കി അതുമായിട്ടുള്ള ഡിസ്കഷനും അത് ആരായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളം മൊത്തം ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് അത് ഓൺലൈൻ മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത് ഏത് സിനിമാ ഫീൽഡിലുള്ള ആൾ വന്നാലും ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്ന് ഗസ് ചെയ്യാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതെല്ലാം PR വർക്കിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര ഒരു ഹൈപ്പ് സിനിമയ്ക്ക് ഉണ്ടാക്കി. അതുപോലെ തന്നെ സിനിമയുടെ പ്രൊമോഷനും ഇൻ്റർവ്യൂസും എല്ലാം കൊടുത്ത് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസിനെ, ലോകമെമ്പാടുമുള്ള ലാലേട്ടൻ ഫാൻസിനെ പൃഥ്വിരാജ് ഈ പ്രൊമോഷനൊക്കെ വഴി ഉണർത്തി എന്ന് തന്നെ പറയാം. അവരെല്ലാവരും സിനിമയ്ക്ക് പ്രീ ബുക്ക് ചെയ്തു. അങ്ങനെ സിനിമയുടെ പ്രീ സെയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡിലെത്തി. ഇതുവരെയാണ് പൃഥ്വിരാജിൻ്റെ സിനിമ ഇറങ്ങുന്നത് വരെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. പിന്നെ 3ാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വിവാദങ്ങളൊക്കെ 3ാം ഘട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സിനിമ റിലീസായി ആദ്യ 2 ഷോയ്ക്ക് ശേഷം മിക്സഡ് അഭിപ്രായം വന്നതിന് ശേഷമാണ് എമ്പുരാൻ്റെ 3ാമത്തെ ഘട്ടമായ ഈ വിവാദം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈപ്പുള്ള മൂവി, ഇത്രയും ബിഗ് ബജറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു മൂവിക്ക്
മിക്സഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ആ സിനിമ വലിയ വിജയമാകില്ല, അത് സാമ്പത്തികമായിട്ട് വിജയിക്കില്ല. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ബാക്കപ്പായിട്ട് എടുത്തു വച്ചായിരുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ വിവാദം കത്തിച്ചു വിടുക എന്നുള്ളത്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സീനുകൾ മുൻകൂട്ടി തയ്യാറാക്കി സിനിമയിൽ പ്ലേസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മിക്സഡ് അഭിപ്രായം വന്നതിന് ശേഷം ഉച്ചയോട് തുടങ്ങിയാണ് ഈ വിവാദങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ക്വാളിറ്റിയെ പറ്റിയോ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റിയോ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനെ പറ്റിയോ ഒന്നും ആരും സംസാരിച്ചില്ല. ഫുൾ കേരളം മൊത്തം ഈ ഒരു വിവാദത്തിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ ഈ വിവാദം തുടങ്ങിയതിന് ശേഷം വീണ്ടും ടിക്കറ്റിൻ്റെ ബുക്കിംഗ് കുതിച്ചുയർന്നു. ആദ്യത്തെ പ്രീ സെയിലിൽ ബുക്കിങ്ങിൽ പോവാതിരുന്ന ടിക്കറ്റുകളും കൂടി ഈ ഒരു വിവാദം വന്നതോടുകൂടി വിറ്റുപോയി. എക്സ്ട്രാ ഷോകൾ പലതും ആഡ് ചെയ്തു. പ്രീ സെയിലിന് മെയിനായിട്ട് വന്നത് ആദ്യത്തെ 4 ദിവസത്തെയാണ്. അപ്പോൾ ഈ വിവാദം കത്തിയോട് കൂടി 5, 6, 7 ദിവസത്തേക്കുള്ള ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് പോവുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായം വരികയും ആ സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറുകയും ചെയ്യുന്നത്. ഏകദേശം 2 ദിവസം കൊണ്ട് 100 കോടിയും 5 ദിവസം എത്തുന്നതിന് മുമ്പ് 200 കോടിയുമാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. അപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, പൃഥ്വിരാജ് ഇത്രയും റിസ്ക് എടുത്ത് ഇതേപോലത്തെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഏത് വലിയ വിവാദമായാൽ പോലും അതൊരു മാക്സിമം 2 ആഴ്ച കാലത്തേക്കാണ് ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ചാനലുകാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ വേറെ വിഷയം കിട്ടും, അവർ അതിൻ്റെ പുറകെ പോവും, ഇത് മറക്കും. അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണാവുന്നത്. അത് പൃഥ്വിരാജിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പൃഥ്വിരാജ് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ഈ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇപ്പം ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.